Hi students, welcome to Competitive Cracker. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം അല്ലേ. ഇപ്പോൾ നമുക്കൊരു ടോപ്പിക്ക് കണ്ടു, നമ്മളൊരു ന്യൂസ് പേപ്പർ വായിച്ചു അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് വായിക്കുന്നതെന്ന് വെച്ചു, നമ്മൾ അത് റിലേറ്റഡ് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതിനെപ്പറ്റി ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം. സപ്പോസ് ഞാനൊരു ടോപ്പിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു ടോപ്പിക്ക് കണ്ടു, എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. എങ്ങനെയൊക്കെ ചോദിക്കാം, എങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയൊക്കെ അവർക്ക് ക്വസ്റ്റ്യൻസ് മാറ്റാം. അപ്പം അങ്ങനെ നമുക്കൊരു 3-4 ടോപ്പിക്ക് നോക്കാം, റീസെൻ്റ് ആയിട്ട് നടന്നത് സംഭവം നമുക്ക് നോക്കാം. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. സീ ദ ഫസ്റ്റ് വൺ. നോക്കിയേ, എന്തോ ഒരു ടോപ്പിക്കാണ് ക്ലാസിക്കൽ ലാംഗ്വേജസ്. അപ്പം ഞാൻ വായിച്ചു അല്ലേ, നമ്മൾ വായിച്ചു, ഇങ്ങനെ കേട്ടു, കുറച്ച് ലാംഗ്വേജിന് എന്ത് കൊടുത്തു, ക്ലാസിക്കൽ സ്റ്റാറ്റസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അത് 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടു കാണും അല്ലേ. റീസെൻ്റ്ലി 5 ലാംഗ്വേജസ് ഗോട്ട് ക്ലാസിക്കൽ സ്റ്റാറ്റസ്. കുറച്ച് പേരെങ്കിലും വായിച്ചു കാണും അല്ലേ. അപ്പോൾ 5 ലാംഗ്വേജസ് ഗോട്ട് ക്ലാസിക്കൽ സ്റ്റാറ്റസ്. ഇങ്ങനെ ഞാൻ എന്തോ വായിച്ചു അല്ലേ. അപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കും, ഇവിടുന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഇതെല്ലാ ലാംഗ്വേജും ഷെഡ്യൂൾഡ് 8-നകത്ത് വരുന്ന ലാംഗ്വേജസ് ആണോ? നമുക്ക് അങ്ങനെയും ചിന്തിക്കാം അല്ലേ. അപ്പോൾ അത് റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, എങ്ങനെയൊക്കെ ചോദിക്കാമെന്ന്. ക്ലിയർ? അപ്പോൾ സി, വിത്ത് റെഫറൻസ് ടു ദ ക്ലാസിക്കൽ ലാംഗ്വേജസ് ഇൻ ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയാണെന്നാണ് എൻ്റെ ചോദ്യം. ക്ലിയർ അല്ലേ? ഇന്ത്യ ഹാസ് 9 ക്ലാസിക്കൽ ലാംഗ്വേജസ്. ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൽ എന്താ വായിച്ചത്? റീസെൻ്റ്ലി ഒരു 5 ലാംഗ്വേജിന് ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് കൊടുത്തു എന്നാണ് വായിച്ചത് അല്ലേ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ മാറ്റി, ഇന്ത്യ ഹാസ് 9 ക്ലാസിക്കൽ ലാംഗ്വേജസ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണ് അല്ലേ. ഇന്ത്യക്ക് ഇപ്പോൾ എത്ര ക്ലാസിക്കൽ ലാംഗ്വേജ് ഉണ്ട്? 11 ക്ലാസിക്കൽ ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാവാനാ ചാൻസ് ഉള്ളൂ? ഇപ്പോൾ സൗത്തിൽ നിന്ന് തുടങ്ങിക്കേ, തമിഴ്, ദെൻ മലയാളം, ദെൻ കന്നഡ. ഞാനിപ്പോൾ ക്രോണോളജി എഴുതുമല്ല, ജസ്റ്റ് സൗത്തിൽ നിന്ന് തുടങ്ങുവാണ് കേട്ടോ. തമിഴ്, മലയാളം, കന്നഡ, പിന്നെ തെലുഗു, ദെൻ സാൻസ്ക്രിത്, പിന്നെ ഒഡിയ. ഇതായിരുന്നു ശരിക്കും 1 2 3 4 5 6 ഉണ്ടായിരുന്നത്. ഞാൻ എത്രയാണ് പറഞ്ഞത്? 11. ഇതിൻ്റെ കൂടി 5 എണ്ണം കൂടി അല്ലേ റീസെൻ്റ്ലി കറണ്ട് അഫയേഴ്സ് വായിച്ചത്. അത് ഏതൊക്കെയായിരിക്കും? പാലി, പ്രാകൃത്, അസാമീസ്, ബംഗാളി ആൻഡ് മറാഠി. കണ്ടോ? 1 2 3 4 5 പ്ലസ് ഈ 6, 11 ക്ലാസിക്കൽ ലാംഗ്വേജസ്. അപ്പോൾ റീസെൻ്റ്ലി എത്ര പേർക്കാണ് കൊടുത്തത്? ഹൗ മെനി ലാംഗ്വേജസ്? 5. പാലി, പ്രാകൃത്, അസാമി, ബംഗാളി, മറാഠി. പണ്ട് എത്ര ഉണ്ടായിരുന്നു? 6 എണ്ണം ഉണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, ഇന്ത്യ ഹാസ് 9 ക്ലാസിക്കൽ ലാംഗ്വേജസ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അത് തെറ്റാണ്. ഇന്ത്യ ഈസ് ഹാവിങ് ഹൗ മെനി ക്ലാസിക്കൽ ലാംഗ്വേജസ് നൗ? 11 ക്ലാസിക്കൽ ലാംഗ്വേജസ്. അടുത്ത് നോക്കാം. തമിഴ് വാസ് ദ ഫസ്റ്റ് ലാംഗ്വേജ് ടു ഗെറ്റ് ദ ക്ലാസിക്കൽ സ്റ്റാറ്റസ് ഇൻ 2004. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ് അല്ലേ. തമിഴ് വാസ് ദ ഫസ്റ്റ് ലാംഗ്വേജ് ടു ഗെറ്റ് ക്ലാസിക്കൽ സ്റ്റാറ്റസ്. പിന്നെയാണ് സാൻസ്ക്രിത്, തെലുഗു, കന്നഡയൊക്കെ വന്നിട്ടുണ്ടാവുക. മലയാളത്തിന് എന്നാ ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് കിട്ടിയെന്ന് വെച്ചാൽ, നാളെ അങ്ങനെ ചോദിച്ചാലോ, അത് 2013 ക്ലിയർ? അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. തമിഴ് വാസ് ദ ഫസ്റ്റ് ലാംഗ്വേജ് ടു ഗെറ്റ് ക്ലാസിക്കൽ സ്റ്റാറ്റസ് ഇൻ 2004. അടുത്തത്, ദ മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രൊവൈഡ്സ് ദ ഗൈഡ് ലൈൻസ് റിഗാർഡിംഗ് ക്ലാസിക്കൽ ലാംഗ്വേജസ്. സീ ദ സ്റ്റേറ്റ്മെൻറ്റ്. ഏത് മിനിസ്ട്രിയാണ് ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണെന്നാണ് പറയുന്നത്. ഈ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ റീഡ് ദ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്. ദ മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രൊവൈഡ്സ് ദി ഗൈഡ് ലൈൻസ് റിഗാർഡിംഗ് ദ ക്ലാസിക്കൽ ലാംഗ്വേജസ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവാനാണോ തെറ്റാവാനാണോ ചാൻസ് ഉള്ളത്? മോസ്റ്റ്ലി അത് ശരിയാവാനല്ലേ ചാൻസ് ഉള്ളൂ. അപ്പോൾ എൻ്റെ തോന്നുന്നത് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായിട്ട് തോന്നുന്നത്? 2ഉം 3ഉം അല്ലേ സംഭവം. 1 തെറ്റാണ്, 9 അല്ല 11 വരേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, അങ്ങനത്തെ ഓപ്ഷൻ വല്ലതും ഉണ്ടോ? 2 and 3 ഉണ്ട്. 2 and 3 ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ? അപ്പം ഞാൻ ന്യൂസ് പേപ്പറിൽ എന്തോ കണ്ടു, സംതിങ് റിഗാർഡിങ് ക്ലാസിക്കൽ ലാംഗ്വേജ്. അപ്പം എനിക്ക് തന്നെ ഡൗട്ട് വരണം അല്ലേ, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എത്ര എണ്ണം ഉണ്ട്,
ആർക്കാണ് ആദ്യം കിട്ടിയത്, അവസാനം കിട്ടിയത് എത്രയാണ് എന്ന് വെച്ചാൽ 2024 വല്ലതും ആയിരിക്കും സംഭവം കിട്ടിയിട്ടുണ്ടാവുക അല്ലേ. സംഭവം മലയാളത്തിന് എന്നാ കിട്ടിയത്, ഇത് ഏത് മിനിസ്ട്രിയാണ് നോക്കി നടത്തുന്നത്, ഇതെല്ലാം നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജിനകത്ത് വരുന്നതാണോ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ. ആണോ? പാലി പ്രാകൃത്തൊക്കെ അതിനകത്ത് വരുന്നുണ്ടോ? ചിലപ്പോൾ വരാൻ ചാൻസ് ഇല്ല. അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാമല്ലോ. അപ്പോൾ എന്ത് ടോപ്പിക് വാട്ട് എവർ യു ആർ റീഡിങ് അത് വേസ്റ്റ് ആയി പോകരുത്. അതിൽ നിന്ന് എങ്ങനെ പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, അവിടെ നിന്ന് എങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം ഉണ്ടാക്കണം, 10 മിനിമം ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് കുറേ കൂടെ സബ്ജക്റ്റിൽ ഗ്രിപ്പ് കിട്ടും. അങ്ങനെ മാത്രമേ നമുക്ക് GA വൈഡായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ടോപ്പിക് ഉണ്ടോ, ഞാൻ എന്തോ വായിച്ചു, സംതിങ് റിഗാർഡിങ് ക്ലാസിക്കൽ ലാംഗ്വേജ്, വേണമെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ച് ഹിസ്റ്ററിയും കൂടെ നമുക്കിതിൽ ആഡ് ചെയ്യാം അല്ലേ, വേണമെങ്കിൽ പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ടോപ്പിക്ക് നോക്കണം, വായിക്കണം, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. അടുത്ത നോക്കാം നമുക്ക്. മോണിറ്ററി പോളിസി കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കേട്ടു, RBI എന്തോ ഇരുന്നു, റെപ്പോ റേറ്റ് കുറച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടു അല്ലേ. ടെക്നിക്കലി എന്തോ സംഭവം നമ്മൾ കേട്ടു. അപ്പോൾ എക്കണോമിയിൽ കുറച്ചും കൂടെ കാശ് ഇറങ്ങാൻ വേണ്ടി ചിലപ്പോൾ റെപ്പോ റേറ്റ് ഒക്കെ കുറച്ച് കാണും സംഭവം. അതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. അപ്പോൾ കുറച്ച് പേര് ഇരിക്കും, നമ്മുടെ ഇന്ത്യയുടെ കണ്ടീഷൻ ഒന്ന് നോക്കും, എങ്ങനെയാണ് എക്കണോമിക് സ്റ്റാറ്റസ്, അതനുസരിച്ചിട്ട് അവർ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ ചാൻസ് ഉണ്ട് സംഭവം. ക്ലിയർ അല്ലേ? അതായിരിക്കും ഞാൻ വായിക്കുന്ന സംഭവം. അപ്പം ഞാൻ ആദ്യം ചിന്തിക്കുന്നത് എന്താ, ഇതൊക്കെ ചെയ്യുമ്പോൾ RBI എന്തായാലും വരുമല്ലോ. വാട്ട് ഇസ് ദ ബേസിക് ഫങ്ഷൻ ഓഫ് RBI? ദ ബേസിക് ഫങ്ഷൻ ഓഫ് RBI ഇസ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. അപ്പോൾ വാട്ട് ഇസ് ദ ബേസിക് ഫങ്ഷൻ ഓഫ് RBI? കൺട്രോളിങ് ഇൻഫ്ലേഷൻ. ക്ലിയർ അല്ലേ? ഒന്നെങ്കിൽ ആ ടൂൾസ് വെച്ച് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റി ആരായിരിക്കും ഹെഡ് ചെയ്യുന്നത്? RBIയുടെ ആയിരിക്കും സംഭവം. ഫിസ്ക്കൽ പോളിസി അത് ഗവൺമെൻറ് നോക്കി നടത്തിക്കോളും. ഇനി ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം എങ്ങനെയൊക്കെ ചോദിക്കാമെന്ന്. അപ്പോൾ കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ കറക്റ്റ് റിഗാർഡിംഗ് മോണിറ്ററി പോളിസി കമ്മിറ്റി, അല്ലെങ്കിൽ MPC എന്നൊക്കെ പറയും. അപ്പോൾ കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ കറക്റ്റ് റിഗാർഡിംഗ് മോണിറ്ററി പോളിസി കമ്മിറ്റി. സീ ദ ക്വസ്റ്റ്യൻസ്. It decides the RBI's benchmark interest rates. അപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് RBIയുടെ ബെഞ്ച് മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ് അല്ലേ. മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസൈഡ്സ് RBI's ബെഞ്ച് മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ റെപ്പോ ആവാം, റിവേഴ്സ് ആവാം അല്ലെ, SDF ആവാം, CRR ആവാം, ക്യാഷ് റിസർവ് റേഷ്യോ ഒക്കെ ഉണ്ടോ. അപ്പോൾ ആ ടോപ്പിക്ക് നമ്മൾ ഇതിനോട് പഠിച്ചിരിക്കണം. അടുത്തത്, ഇറ്റ് ഈസ് എ 12-member ബോഡി ഇൻക്ലൂഡിംഗ് ദ ഗവർണർ ഓഫ് RBI. അപ്പോൾ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി അല്ലേ സംഭവം, അതിൽ എത്ര പേരാ ഉണ്ടെന്ന് പറഞ്ഞ് 12 പേരാണെന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഇത്രയും ആൾക്കാർ ഇരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? വേണ്ട. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇറ്റ് ഈസ് എ 6-member ബോഡി. അപ്പോൾ അതിൽ എത്ര പേര് ഇരിക്കുന്നുണ്ട് ഉണ്ടോ? 6-member ബോഡി. ക്ലിയർ അല്ലേ? അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. അടുത്ത നോക്കാം. ഇറ്റ് ഫങ്ഷൻസ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. 6 പേര് ഇരിക്കുന്നുണ്ട്. RBIയുടെ ആണ് മെയിൻ ആൾക്കാരെന്ന് വിചാരിക്കുക സംഭവം. 3 പേര് RBI എന്ന് കാണും, 3 പേര് ഗവൺമെന്റ് കാണും. അപ്പോൾ ചെയർമാൻഷിപ്പ് വന്നിട്ട് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഇത് തെറ്റാണ്. ഇതിന്റെ ചെയർമാൻ ആരാവാനാ ചാൻസ്? RBI ഗവർണർ അല്ലേ ആവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇറ്റ് ഫങ്ഷൻസ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണോ? അല്ല. ഇറ്റ് ഫങ്ഷൻസ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് RBI ഗവർണർ. അപ്പോൾ ഇപ്പൊ നോക്കിയിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 മാത്രമല്ലേ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരാൻ പാടുള്ളൂ. അപ്പൊ മിക്കവാറും 1 മാത്രം ഉണ്ടോ? കണ്ടോ, ആൻസർ ഈസ് A, 1 ഓൺലി. അപ്പം ഞാൻ എന്താ വായിച്ച്, മോണിറ്ററി പോളിസി കമ്മിറ്റി ഇരുന്നു അല്ലേ, റെപ്പോ റേറ്റ് കുറച്ചു എന്നൊക്കെ പറഞ്ഞ് വായിച്ചു. അപ്പോൾ ആദ്യം ബേസ് ഞാൻ നോക്കി, എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി, അവരുടെ പരിപാടി എന്താണ്, എത്ര പേരിരിക്കുന്നുണ്ട്, ആരാണ് ചെയർമാൻ. ഇനി നാളെ വേറെയും ചോദിക്കാമല്ലോ, ഇതെന്നാ വന്നേ, എന്തൊക്കെയാണ് വേറെ ടാർഗറ്റ്സ് ഉള്ളത്. ഇനി റെപ്പോ റേറ്റ് കുറയ്ക്കുവാണെങ്കിൽ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ റെപ്പോ റേറ്റ് കൂട്ടുവോ കുറയ്ക്കുവോ, ഇൻഫ്ലേഷൻ കൂടുമ്പോൾ വേറെ വല്ലതും കൂട്ടുവോ കുറയ്ക്കുവോ, അതിൻ്റെ അഡീഷണൽ ഇൻഫോർമേഷൻസ് ആണ്. അപ്പോൾ അതും കൂടെ നമ്മൾ വായിക്കണം. ബിക്കോസ് വി ഡോണ്ട് നോ, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാമല്ലോ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി അത് വായിച്ചു, ഞാൻ കണ്ടോ ക്വസ്റ്റ്യൻസ് ചിന്തിച്ചു. അപ്പോൾ ഇങ്ങനെ നോക്കിയേ, എക്സാം വളരെ അടുത്ത് വരാറായി. അപ്പോൾ എന്ത് ടോപ്പിക്ക് കിട്ടുവാണെങ്കിലും അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് പോണേ. ടോപ്പിക്സ് കൂടി വരുന്നുണ്ട് സംഭവം. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കണം. അപ്പോൾ ഇത് ടോപ്പിക് എന്തായിരുന്നു വേണമെങ്കിൽ പറയാം, നമുക്ക് എക്കണോമിക്സ് ആയിട്ട് പറയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് വേണമെങ്കിൽ പറയാം, ആർട്ട് ആൻഡ് കൾച്ചർ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ? അടുത്ത് നോക്കാം ക്വസ്റ്റ്യൻ. ഇതാ, മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്.
അപ്പോൾ റീസെൻ്റ്ലി ഡൽഹിയിൽ ഇലക്ഷൻ നടന്നായിരുന്നു, അതിന് മുമ്പേ കുറച്ച് മഹാരാഷ്ട്ര അല്ലേ, അവിടെ കുറച്ച് ഇലക്ഷനൊക്കെ നടന്നായിരുന്നു. അപ്പോൾ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്താണ്, അതിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതല്ലേ നമ്മൾ ചിന്തിക്കണ്ടേ, അല്ലാതെ എവിടെ വന്നു എന്നല്ലല്ലോ പഠിക്കണ്ടേ സംഭവം. അതെന്തായാലും നോർമൽ സാധനമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദിക്കാമെന്ന്. Consider the statements which are correct regarding model code of conduct. The MCC refers to a set of norms laid down by Election Commission of India with the consensus of political parties. അപ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും കൺസെൻസസുമായിട്ട് എന്ത് ചെയ്യും, മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ആര് കൊണ്ടുവരും, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൊണ്ടുവരും. അതിൻ്റെ അർത്ഥം എന്താ, ഇനി ഇത് വന്നു കഴിഞ്ഞാൽ, മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കോ അതൊക്കെ എന്ത് ചെയ്യണം, പുതിയ സ്കീംസ് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല, നേരാവണ്ണം ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി. എന്ന് വെച്ചാൽ പക്ക ഇലക്ഷൻ ഇംപാർഷ്യൽ ആവണം, എല്ലാവർക്കും കൃത്യമായിട്ട് ചാൻസ് കിട്ടണം. അപ്പോൾ ഇതെന്തായിരിക്കും, ദ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് നോംസ് ലേഡ് ഡൗൺ ബൈ ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വിത്ത് ദ കൺസെൻസസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ, അത് ശരിയാണ് അല്ലേ. ദി MCC റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് നോംസ് ലേഡ് ഡൗൺ ബൈ ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വിത്ത് ദ കൺസെൻസസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ശരിയാണ്. അടുത്ത, ദി MCC ഈസ് ഓപ്പറേഷണൽ ഫ്രം ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ ഷെഡ്യൂൾ അനൗൺസ്ഡ് അൺടിൽ ദ ലാസ്റ്റ് ഡേ ഓഫ് പോളിംഗ്. അപ്പോൾ എന്നാണ് ഇലക്ഷൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്ത് അന്ന് തൊട്ട് പോളിംഗിൻ്റെ അവസാനത്തെ ദിവസം വരെ ആയിരിക്കും മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഓപ്പറേഷണൽ ആവുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ, അത് തെറ്റല്ലേ. ഇത് ശരിയാണ്, ഡേറ്റ് ഓഫ് ഇലക്ഷൻ ഷെഡ്യൂൾഡ് അനൗൺസ് ചെയ്യുന്നവരെ. ബട്ട് ലാസ്റ്റ് ഡേ ഓഫ് പോളിംഗ് അല്ല, എന്താണ്, ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ. കുറച്ചും കൂടെ പറഞ്ഞാൽ കൗണ്ടിങ് ഓഫ് ഇലക്ഷൻ, ആ ഡേറ്റ് അവിടം വരെ ആയിരിക്കും മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഓപ്പറേഷൻ ആകുന്നത്. അപ്പോൾ എന്നാണോ ഡേറ്റ് പ്രഖ്യാപിക്കുന്നത്, അവസാനം വോട്ടിംഗ് കഴിയുന്ന ദിവസം മാത്രമല്ല, ഇലക്ഷൻ വോട്ട് കൗണ്ട് ചെയ്യുന്ന ദിവസം വരെ, അവിടം വരെ ആയിരിക്കും, അല്ലാതെ പോളിംഗിൻ്റെ ലാസ്റ്റ് ഡേ വരെ അല്ല സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായത്. ഇനി ഏതെങ്കിലും സ്റ്റേറ്റ് ആയിരിക്കും ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടാവുക, മാതൃക കാണിച്ചിട്ടുണ്ടാവുക. നോക്കിയേ, കേരള വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു അഡോപ്റ്റ് എ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ ഇലക്ഷൻസ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ, നോക്കിയേ, പരീക്ഷ എവിടത്തെയാണ്. അപ്പോൾ കേരള വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു അഡോപ്റ്റ് എ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ ഇലക്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ, ഇത് ശരിയാണ്. കണ്ടോ, ടോപ്പിക് എന്താ, കറണ്ട് അഫയേഴ്സ് ആണ്. എന്താ സംഭവം, എങ്ങനെയാണ് കാര്യങ്ങൾ, ഏതെങ്കിലും പണ്ട് സ്റ്റേറ്റ് ആദ്യം കൊണ്ടുവന്ന ഒരു 1960s ആ സമയത്ത് ഇലക്ഷനിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് തെറ്റ്, നമ്മളത് പഠിച്ചു അല്ലേ. എന്തുകൊണ്ടാണ്, ബിക്കോസ് തുടങ്ങുമ്പോൾ ശരിയാണ്, തീരുമ്പോൾ പോളിംഗ് ഡേ വരെ അല്ല, ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നവരെ, അവിടെ വരെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് കാണും. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1ഉം 3ഉം ആണ് കറക്റ്റായിട്ട് തോന്നുന്ന സ്റ്റേറ്റ്മെന്റ്സ് വല്ലതും ഉണ്ടോ, 1ഉം 3ഉം, ഒന്ന് കണ്ടോ, ആൻസർ ഇസ് 1 and 3 only is the right answer. ക്ലിയർ. ഫസ്റ്റ് ടോപ്പിക് എന്താ, സംതിങ് റിഗാർഡിങ് ആൾട്ട് ആൻഡ് കൾച്ചർ അല്ലെങ്കിൽ ഹിസ്റ്ററി. ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചു, ഞാൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി. രണ്ടാമത്തെ കണ്ടോ, റെപ്പോ റേറ്റ് കുറച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടു, അത് മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. അപ്പോൾ ന്യൂസ് പേപ്പർ നോക്കി ഇങ്ങനെ വായിച്ചു, ഇതിന് എനിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഞാൻ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി. എന്നാൽ അത് മാത്രം പോരാ, ഇനിയും വേറെ ക്വസ്റ്റ്യൻസ് വരുമല്ലോ. ബട്ട് ആദ്യം ബേസ് ഞാൻ റെഡിയാക്കി, കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നോക്കി. മൂന്നാമത്തെ ഇപ്പോൾ കണ്ടോ, നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്, വേണമെങ്കിൽ പോളിറ്റി ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഇലക്ഷന് ബന്ധപ്പെട്ടാണ് സാധനം, അതായി. ക്ലിയർ അല്ലേ. അടുത്ത വല്ലതും ഉണ്ടോ, നമുക്ക് നോക്കാം. ഇതാ മോൺസൂൺ. ഇനിയിപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ അല്ലേ, ഇനി മുടിഞ്ഞ ചൂടാണ് സംഭവം അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ മാപ്പൊക്കെ വരയ്ക്കുമ്പോൾ ഇത് സമുദ്രമാണ്, ഇത് ലാൻഡാണ്. ഏതായിരിക്കും ആദ്യം ചൂടാവുന്നത്, ലാൻഡായിരിക്കും. അപ്പോൾ ഇവിടെ ചൂടാകുമ്പോൾ ഇവിടെ വാക്യൂം ക്രിയേറ്റ് ആവും. അപ്പോൾ ഇവിടെ ലോ പ്രഷറായി, ഇവിടെ ഹൈ പ്രഷറാണ് സംഭവം. ക്ലിയർ. എയർ ട്രാവൽസ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ, അത് നമുക്കറിയാം സംഭവം. അപ്പോൾ എയർ ഇവിടുന്ന് വാട്ടറുമായിട്ട് എത്തും. ഒരു ജൂണൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തുമായിരിക്കണം സംഭവം. അതിനല്ലേ നമ്മൾ മഴ വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ മോൺസൂണിൻ്റെ ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ടായിരിക്കും അല്ലേ ന്യൂസ് പേപ്പറിൽ. അതിൽ എൽനീനോ ആണോ ലാനീനയാണോ, നല്ല മോൺസൂൺ നമുക്ക് ഇനി അടുത്ത ജൂണിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ, എബോവ് ആവറേജ് ആയിരിക്കും അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഡിസ്കഷൻ നടക്കും ഇനി വരാൻ പോകുന്ന സമയത്ത്. ബട്ട് നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻസ് ആയിട്ടല്ലേ, എങ്ങനെയൊക്കെയാണ് നമ്മുടെ മോൺസൂൺ ഇത് ബാധിക്കുന്നത്, അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ മോൺസൂൺ. സീസണൽ വേരിയേഷൻ ഓഫ് വിൻഡ്, 6 മാസം കാറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടടിക്കും, അടുത്ത 6 മാസം കാറ്റ് ഇങ്ങോട്ടടിക്കും. ഇതാണ് സൗത്ത് വെസ്റ്റ് മോൺസൂൺ, ഇതാണ് നോർത്ത് ഈസ്റ്റ് മോൺസൂൺ. അപ്പോൾ ഡിസ്കഷൻസ് എന്തായാലും നടക്കും അല്ലേ. ബിക്കോസ് ഇന്ത്യാസ് എക്കണോമി ഈസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ, അതൊരു സംശയവും വേണ്ട. ബട്ട് അതിന് നല്ല മഴ വേണം, മോൺസൂണിൽ അത്യാവശ്യം നല്ല മഴ വന്നാലല്ലേ അഗ്രികൾച്ചറും എക്കണോമിയൊക്കെ റണ്ണിങ് ആവത്തുള്ളൂ. അപ്പോൾ നോക്കിയേ കണ്ടോ, ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിലുള്ള ടോപ്പിക് എന്താ,
മോൺസൂൺ നിങ്ങൾ എന്തായാലും ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ കാണും. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ബ്ലോയിങ് ഓഫ് മോൺസൂൺ വിൻഡ്സ് ഇൻ ഇന്ത്യ? അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും ബ്ലോയിങ് ഓഫ് മോൺസൂൺ വിൻഡ്സ് ഇന്ത്യ? ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ. ഞാൻ ആ പറഞ്ഞ സാധനത്തിൽ അതുണ്ടല്ലോ അല്ലേ, ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ, ശരിയാണ്. ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻ സോൺ, അതും വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വർക്കാണ് ഇതെന്താണ് സംഭവം, അതിൽ നിന്ന് ഡെപ്ത് ആയിട്ട് വല്ലതും ചോദിക്കാൻ ചാൻസ് ഉണ്ടോ, അതും ഒരു ഫാക്ടറാണ്. ഹൈ പ്രഷർ സോൺ ഓവർ ദ ഇന്ത്യൻ ഓഷ്യൻ, അതല്ലേ ഞാൻ പറഞ്ഞത്, ലാൻഡിൽ ലോ പ്രഷർ, സീയിൽ ഹൈ പ്രഷർ, അപ്പോൾ അത് കാരണം അങ്ങോട്ട് പോകും, അപ്പോൾ അതും ഒരു ഫാക്ടറാണ്. ഹീറ്റിംഗ് ഓഫ് ടിബറ്റിയൻ പ്ലാറ്റോ, അതും ഒരു ഫാക്ടറാണോ? റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലോയിങ് ഓഫ് മോൺസൂൺ വിൻഡ്സ് ഇൻ ഇന്ത്യ എന്ന് വെച്ചാൽ അതും ഒരു ഫാക്ടറാണ്. കണ്ടോ, അപ്പോൾ എന്താണ് മോൺസൂൺ, എങ്ങനെയാണ് ബാധിക്കുന്നത്, എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്, ഇനി വന്നില്ലെങ്കിൽ എന്താണ്, മഴ തീരെ കിട്ടുന്നില്ലെങ്കിൽ 3-4 വർഷം കഴിയുമ്പോൾ നിങ്ങൾ കേൾക്കും എൽ നീനോ വരുമെന്ന്. ചിലപ്പോൾ മഴ കൂടുതൽ കിട്ടും, അപ്പോൾ അതെന്താണ്, ലാനീന. ഈ ടോപ്പിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ഇത് നമ്മുടെ എക്കണോമിയും ബാധിക്കുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും അടുത്ത ഇനി കുറച്ച് ദിവസം മോൺസൂനെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് സംഭവം. അപ്പോൾ വിച്ച് ആർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലോയിങ് ഓഫ് മോൺസൂൺ വിൻഡ്സ് ഇൻ ഇന്ത്യ? ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ, ശരിയാണ്. ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻ സോൺ, അതും ശരിയാണ്. ഹൈ പ്രഷർ സോൺ ഓവർ ദി ഇന്ത്യൻ ഓഷ്യൻ, അതും ശരിയാണ്. ദെൻ ഹീറ്റിംഗ് ഓഫ് ടിബറ്റിയൻ പ്ലാറ്റോ, അതും ശരിയാണ്. അപ്പോൾ നോക്കാം ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സാ, എല്ലാം ശരിയാണ്. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വല്ലതും ഉണ്ട്? കണ്ടോ, ആൻസർ ഈസ് 1, 2, 3 and 4. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ശരിക്കും ഇപ്പോൾ ഞാൻ എന്താ കാണിച്ചു തന്നെ, എന്ത് ടോപ്പിക് കിട്ടുവാണെങ്കിലും ഇഫ് യു ആർ റീഡിങ് സം ടോപ്പിക്, അതിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അത് ഈസിയാണ്, അത് ചോദിക്കാൻ ചാൻസ് ഇല്ല. ദെൻ ഗോ ഫോർ സം ട്രിക്കി ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഗോ ഫോർ സം ടഫ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ഓരോ ടോപ്പിക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. അപ്പോൾ കുറേ കൂടെ നമുക്ക് സബ്ജക്റ്റിൽ ഗ്രിപ്പ് കിട്ടും. കണ്ടോ, അത് കറണ്ട് അഫയേഴ്സ് ആവാം, കറണ്ട് അഫയേഴ്സ് റിഗാർഡിങ് പോളിറ്റി ആവാം, കറണ്ട് അഫയേഴ്സ് റിഗാർഡിങ് എക്കണോമി ആവാം, ഹിസ്റ്ററി ആവാം, ആർട്ട് ആൻഡ് കൾച്ചർ ആവാം, അല്ലെങ്കിൽ ഒന്നും വേണ്ട ISRO, DRDO, സയൻസ് ആൻഡ് ടെക് ആവാം. അപ്പോൾ വാട്ട് എവർ യു ആർ റീഡിങ്, മേക്ക് ഷുവർ ആ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ നിങ്ങൾ ശീലിക്കണം. ക്ലിയർ? അതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന സംഭവം. ക്ലിയർ ആവുന്നുണ്ടോ സംഭവം, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ? ഓക്കെ, അപ്പോൾ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. അപ്പോൾ നോക്കിയേ, വി ഹാവ് സ്റ്റാർട്ടഡ് അവർ ക്രാഷ് ബാച്ച് ഫോർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അല്ലേ. ഇപ്പോൾ ഓഫറാണ്, കണ്ടോ, 50% ഓഫറിലാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക. കണ്ടോ, പുതിയ പ്രിലിംസ് ബാച്ചാണ് സംഭവം. നമുക്കറിയാം എക്സാം വളരെ അടുത്താണ്, എങ്ങനെയൊക്കെ പഠിക്കണം. ക്രാഷ് ബാച്ചാണ്, അപ്പോൾ കുറേ കൂടെ ടോപ്പിക് ഓറിയൻറ്റഡ് ആയിരിക്കും, സിലബസ് ഓറിയൻറ്റഡ് ആയിരിക്കും സംഭവം. അപ്പോൾ വി സ്റ്റാർട്ടഡ് എ ന്യൂ ബാച്ച്, ക്രാഷ് ബാച്ച്, 50% ഓഫർ ഉണ്ട്. ഇനി ഫോർ എനി ഡൗട്ട്സ്, എന്തെങ്കിൽ അഡ്മിഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ വേറെ കാര്യത്തിന്, യു ക്യാൻ കോൺടാക്ട് ദിസ് നമ്പർ ഓൾസോ സംഭവം. സെയിം വേ നോക്കിയാൽ നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മാർച്ച് 7-ാം തീയതിയാണ്. ക്ലിയർ? ഇനി കുറച്ച് സമയം കൊണ്ട് എങ്ങനെയൊക്കെ പഠിച്ചെടുക്കാം. ക്ലിയർ? ഡെഫിനറ്റ്ലി ഡു അറ്റംപ്റ്റ് ദി വെബിനാർ ഓൾസോ. എങ്ങനെ, ഇനിയിപ്പോൾ സമയം കുറവല്ലേ, അതിൽ എങ്ങനെയൊക്കെ നന്നായിട്ട് സ്മാർട്ട് സ്റ്റഡി നടത്താം, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും സംഭവം. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ നമ്മളൊരു സെക്രട്ടേറിയറ്റ്സിൻ്റെ ഫ്രീ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിലും ജോയിൻ ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഡു ജോയിൻ. എങ്ങനെയൊക്കെ പഠിക്കാം, എത്ര പെട്ടെന്ന് പഠിക്കാം, എങ്ങനെയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാം, പക്ക സിലബസ് ഓറിയൻറ്റഡ്, അതാണ് വെബിനാറിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വീണ്ടും കാണാം. താങ്ക് യു.